ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഒത്തിരി സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, സാർ ഞാൻ ഇന്ന അക്കാഡമി നേരത്തെ പഠിച്ചായിരുന്നു, പക്ഷെ ഇന്ന കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചില്ല. അപ്പം അതിന്റെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ, ആ സെറ്റ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ, അത് അറിഞ്ഞാൽ അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കോഴ്സുകൾക്കും അല്ലെങ്കിൽ എല്ലായിടത്തും എൻറോൾ ചെയ്യാവുള്ളൂ. പൊതുവേ നമ്മളിപ്പം ഞങ്ങള് ഇവിടെ വന്നേക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് തിയറി മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ തിയറി മാത്രം പഠിപ്പിച്ചു തരുന്ന അക്കാഡമീസ് ഉണ്ട്. പ്രാക്ടിക്കൽ ആയിട്ട് അവരൊന്നും ചെയ്യിപ്പിക്കത്തില്ല. പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും കേസ് സ്റ്റഡീസോ അല്ലെങ്കിൽ അസസ്മെന്റ്സോ ഇല്ല. കേസ് സ്റ്റഡീസ് ആൻഡ് അസസ്മെന്റ്സ് കേട്ടോ. അസസ്മെന്റിന്റെ അകത്ത് തന്നെ നമുക്ക് ബിസിനസ് അസസ്മെന്റും ടെക്നിക്കൽ അസസ്മെന്റും സ്ട്രാറ്റജി അസസ്മെന്റും ഇല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു കോഴ്സ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നിങ്ങൾ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ തിയറി പഠിച്ചിരിക്കുക, അല്ലെ? എല്ലാവരും തിയറി ചിലപ്പോൾ പഠിക്കും. അപ്പം നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, നമുക്ക് സ്പെസിഫിക് ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കേസ് സ്റ്റഡീസും അസസ്മെന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. കേസ് സ്റ്റഡീസും അസസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒത്തിരി പേര് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് അവർ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അവരോട് ബിസിനസ് ചോദിക്കുക, നിങ്ങൾ ഈ ഒരു ഏജൻസിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ വന്നു, അടുത്ത ഒരു 6 മാസത്തേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പം നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പഠിച്ചു, നമ്മൾ തിയറിയാ പഠിച്ചത്, അല്ലെ? തിയറി പഠിച്ചു, പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഒത്തിരി പേര് കൊച്ചിയിലെ ഒത്തിരി അക്കാഡമീസിലും വേറെ ഒത്തിരി അക്കാഡമീസിൽ പഠിച്ചവരെല്ലാം എന്നോട് പറഞ്ഞ കാര്യം, സാർ എനിക്ക് അറിഞ്ഞുകൂടാ. അവരെല്ലാരും പിന്നെ ഞങ്ങളുടെ ഇൻഡസ്ട്രി റെഡി പ്രോഗ്രാം എന്ന് പറയുന്ന 1 മന്തിന്റെ പ്രോഗ്രാമിൽ ഇതെല്ലാം പിന്നെ പഠിക്കുക ഒന്നും കൂടി. അത്രയ്ക്ക് എഫേർട്സ് ഒന്നും നിങ്ങൾ എടുക്കണ്ട, നിങ്ങളത് അപ്പൊ തന്നെ പഠിക്കുക. തിയറിയുടെ കൂടെ തന്നെ പ്രാക്ടിക്കലി ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതും. കാരണം നമ്മൾ ഒത്തിരി മൊഡ്യൂൾസ് ഉണ്ട്, അല്ലെ? നമുക്ക് എന്തൊക്കെ മൊഡ്യൂൾസാ വരുന്നത്? നമുക്ക് വരുന്ന മൊഡ്യൂൾസ് ആണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. വേറെ മൊഡ്യൂൾ ഏതാണ്? പെയ്ഡ് ആഡ് ആണ്. പെയ്ഡ് ആഡ്സിന്റെ അകത്ത് ഗൂഗിൾ ഉണ്ട്, മെറ്റ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഈ 3 അതിൻ്റെ അകത്ത് വരും. പിന്നെ ലിങ്ക്ഡിനും പഠിപ്പിക്കാറുണ്ട്. ലിങ്ക്ഡിനും പഠിച്ചിരിക്കണം ഈ കാലത്ത്, കാരണം B2B ആണെങ്കിൽ ലിങ്ക്ഡിൻ വേണം. പിന്നെ ജെൻസഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണെങ്കിൽ നമ്മൾ സ്നാപ്ചാറ്റും പഠിച്ചിരിക്കണം. ഇത്ര ആഡ്സ് എല്ലാം പഠിച്ചിരിക്കണം. പക്ഷെ ഇതിന്റെ എല്ലാം അൽഗോരിതം ആയാലും ഇതിന്റെ ഓവറോൾ ആയിട്ട് അതിന്റെ എസെൻസ് എല്ലാം ഒന്ന് തന്നെയാണ്. പെയ്ഡ് ആഡ്സിന്റെ എസെൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആകെ ആ പ്ലാറ്റ്ഫോംസിലുള്ള ഡിഫറൻസ് ആയത് ആൽഗോരിതം ചേഞ്ചസിന്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ ഗോൾസ് ആയാലും ഒബ്ജക്റ്റീവ്സ് ആയാലും അത് എങ്ങനെ റൺ ചെയ്യാനെല്ലാം ഏകദേശം എല്ലാത്തിനും ഒരേപോലെ ആണ്. അപ്പോൾ പെയ്ഡ് ആഡ് നമ്മൾ പഠിക്കണം, SEO പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് വെബ്സൈറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണം, അതിന്റെ ഹോസ്റ്റിങ്ങിനെ പറ്റിയെല്ലാം. അത് ഒത്തിരി ഡീപ്പറായിട്ട് പഠിക്കണമെന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം, അല്ലെ? വേറെ ഒന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഡിസൈനിങ്. ഡിസൈനിങ് നിങ്ങൾ വലിയ രീതിയിൽ പഠിക്കണം നിർബന്ധമില്ല, പക്ഷെ എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അത്യാവശ്യം ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ ഇനി അത്യാവശ്യം ഫോട്ടോഷോപ്പിലായാലും ഇലിസ്ട്രേറ്ററിലായാലും ഇതൊക്കെ അത്രയ്ക്കൊന്നും പഠിക്കണം നിർബന്ധമില്ല, എന്നാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എഡിറ്റിംഗ് ആയാലും ബേസിക് എഡിറ്റിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫ്രീ ടൂൾസ് ത്രൂ ഒക്കെ ചില അക്കാഡമീസ് നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചു തരും. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? SEO വരും, പെയ്ഡ് ആയിട്ട് വരും, വെബ്സൈറ്റിന്റെ ബേസിക്സ് വരും, ഡിസൈനിങ്ങും എഡിറ്റിംഗിന്റെയും ബേസിക്സ് വരും. പിന്നെ വരുന്നതാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്, കണ്ടന്റ് പ്ലാനിങ്, സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്, ആ രീതിയിലുള്ള ആസ്പെക്ട്സും വരുന്നതായിരിക്കും ഇതിന്റെ അകത്ത് കേട്ടോ. ഇത്തരം കാര്യങ്ങളെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് വരുന്നത്. പിന്നെ ഡീപ്പർ ആയിട്ട് പോകുമ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഇങ്ങനെ ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് വരും. ഓരോ മേഖലയിലും ഗ്രോത്ത് മാർക്കറ്റിംഗ് ആണെങ്കിൽ ഓരോ മേഖലകളും കോറിലേറ്റഡ് ആണ്. എല്ലാം ഇച്ചിരി കോറിലേറ്റഡ് ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പെർട്ടീസ് എടുക്കാം, അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ട് ഒരു ആവറേജ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റർ ആവാം. പ്രിഫറബിളി 1-2 എക്സ്പെർട്ടീസ് എടുത്ത് പോർട്ട്ഫോളിയോ അതിലോട്ട്, ആ നീഷിലോട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് റൈറ്റ്. അപ്പൊ ഈ കേസ് സ്റ്റഡീസും അസസ്മെന്റ്സും ഒത്തിരി ബ്രാൻഡുകൾ വിട്ടുപോകും. അക്കാഡമീസ് അങ്ങനെ കാര്യമായിട്ട് പഠിപ്പിക്കാറില്ല, പക്ഷെ ഒത്തിരി നിർബന്ധമാണ്. നമ്മൾ ബിസിനസിന്റെ കേസ് സ്റ്റഡീസ് എപ്പോഴും പഠിക്കണം. നല്ല നല്ല ഓരോ ബിസിനസ്സുകളും എങ്ങനെയാണ് വളർന്നത്,
അവർ 6 മാസം, 1 വർഷം, 5 വർഷം, 2 വർഷം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ടാക്ടിക്സ് ഉപയോഗിച്ചു, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ SEOയിൽ അവർ എന്തൊക്കെ ഫോക്കസ് ചെയ്തു, പെയ്ഡ് ആഡ്സിൽ എന്ത് ചെയ്തു, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ എന്ത് ചെയ്തു, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ടെക്നിക്കലി അതാണ് വരുന്നത്. ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, 6 months അല്ലെങ്കിൽ 1 quarter അല്ലെങ്കിൽ 1 yearൽ അവർ ഇങ്ങനെയായിരുന്നു, അവർ ഇത്ര ഗ്രോ ചെയ്തു, ഇത്ര ഓഡിയൻസ് കയറി, ഇതൊക്കെയാണ് ബിസിനസിന്റെ അകത്ത് വരുന്നത്. ടെക്നിക്കലി നമ്മൾ നോക്കുന്നത് അത് എങ്ങനെയാണ് വന്നത്, പേജ് ഗ്രോത്ത് എത്രയുണ്ട്, അതൊക്കെ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവർ ഇതിനു വേണ്ടി എന്ത് സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിച്ചത്, ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം എന്താണ്, എന്റെ ബിസിനസിനെ വളർത്തി 6 months നിങ്ങൾക്ക് തരാം, ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് മാത്രം പഠിച്ചവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പം ഒത്തിരി അക്കാഡമി പഠിപ്പിക്കുന്നത് 70% ആൾക്കാരും ഇത് മാത്രം പഠിച്ചിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രഷർ റോളിൽ നോക്കുന്നത്. ഇതും കൂടെ പഠിച്ചിട്ട് പിന്നെ ഉള്ളവര് 20% പേരാണ്. പ്രാക്ടിക്കലി ഇതും അറിയാം, ബാക്കി ഈ 10% മിസ്സിംഗ് ആണ് എന്ന് പറയുമ്പോൾ ഇത് ആർക്കും അറിഞ്ഞുകൂടാ. മനസ്സിലായില്ല, ആകെ 10% ആൾക്കാർക്ക് ഇതെല്ലാം കൂടി അറിയുന്നവരുള്ളൂ. 90% ഓഫ് ആൾക്കാരും ഇത്ര ഉള്ളവരേ ഉള്ളൂ. മനസ്സിലായില്ലേ, ഇത് അറിയാത്തവരാണ് ഒത്തിരി പേരും ഉള്ളത്. അപ്പം ഇത് ഒത്തിരി കുറവ് ഏജ് അക്കാഡമീസ് കേരളത്തിൽ ഇത് പഠിപ്പിക്കുന്നുള്ളൂ. ഈ മൂന്നും കൂടി ആയിട്ട്, ഈ മൂന്നും കൂടി പഠിപ്പിച്ചാൽ മാത്രമേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അറിയുള്ളൂ. കാരണം തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കണം. അതിന് നിങ്ങൾക്ക് നല്ല ഏജൻസി അല്ലെങ്കിൽ നല്ല അക്കാഡമി തന്നെ വർക്ക് ചെയ്യുക, നല്ല ഇന്റേൺഷിപ്സ് ചെയ്യുക. അതുപോലെ തന്നെ ഇതും നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ പോലും നിങ്ങളെ ഇന്റർവ്യൂസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും പറ്റുള്ളൂ. ക്രാക്ക് ചെയ്യുന്ന ഇന്റർവ്യൂസിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫ്രഷർ ആയിട്ട് ഒരു 20K അല്ലെങ്കിൽ 35K ഒക്കെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഒരു 60K അല്ലെങ്കിൽ 80K കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണം, അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കണം. അല്ലാതെ ഫ്രഷർ ആയിട്ട് വന്നിട്ട് അടുത്ത 6 മാസം പിന്നെ ഇത് രണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് കയറാനുള്ള ടൈമില്ല. മനസ്സിലായില്ലേ, ടൈം ഈസ് എസൻസ്. അപ്പം ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോ പറഞ്ഞത്. ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ മറ്റു ഫ്രണ്ട്സ് ഇതുപോലത്തെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് പറയുക. ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഈ മേലുള്ള ഈ 80% ആൾക്കാരാണ് നിങ്ങൾക്ക് ഇത് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനുവേണ്ടി പ്രോഗ്രാം ഉണ്ട്, ഞങ്ങൾ അത് പറഞ്ഞു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഓൺലൈൻ റിസോഴ്സസ് നെറ്റിൽ നിന്ന് കിട്ടും, അതെല്ലാം പഠിക്കുക. ഓക്കെ, സീ യു അഗെയിൻ സൂൺ.